ഈ എപ്പിസോഡിലെ അടുത്ത കണ്ടസ്റ്റന്റിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം അനുജ ഓൺ സ്റ്റേജ്. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റിഫ്ലക്ഷൻ റൗണ്ടാണ്. കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള ഫിലിമിലെ ശ്രീവിദ്യ മാഡം ചെയ്ത വേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. എന്താ ഒരു വിനയം, ക്യാരക്ടർ അങ്ങനത്തെയാണോ? ഞാൻ അങ്ങനെയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ്. പക്ഷെ അന്ന് ആ ശകുന്തളയുടെ കുറെ പൂവൊക്കെ ചൂടി വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല അങ്ങനെ. അത് നമ്മളെപ്പോഴും വേഴ്സറ്റൈൽ ആയിരിക്കണ്ടേ? ജഡ്ജസ് പ്ലീസ് നോട്ട്, നമ്മുടെ കണ്ടസ്റ്റന്റ് വളരെ വേഴ്സറ്റൈലാണ്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഓക്കെ, ക്യാരക്ടറിന്റെ പേരെന്താണ്? ക്യാരക്ടറിന്റെ പേര് ശാരദ എന്നാണ്. ചെയ്തിരിക്കുന്നത് ശ്രീവിദ്യ മാഡമാണ്. ഓ, അതാണ് ഈ പാർട്ടീഷനൊക്കെ അല്ലേ? അതെ. കഷ്ടപ്പെട്ടില്ല ലുക്ക് കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനെ അത്ര കഷ്ടപ്പാടും തോന്നുന്നു വേണ്ടി. ശരി, അങ്ങനെ അധികം ആ ലുക്ക് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ടില്ല. അപ്പോൾ റിഫ്ലക്ഷൻ റൗണ്ട്. നിങ്ങൾ കണ്ടസ്റ്റന്റിലെ രണ്ടാമത്തെ ആളാണ് ശ്രീവിദ്യ മാമിനെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. എന്താ ആരും ഉറങ്ങിയില്ലേ ഇന്നലെ? ആ, എന്താണ് എല്ലാരും ഉറങ്ങാതെ കിടക്കുന്നത്? എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ അശ്വത്തമ്പി, നിങ്ങൾ എവിടെ കൊണ്ടാക്കി? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? ആ ഉണ്ണികൃഷ്ണനായിരിക്കും. അവന്റെ നുണ കേട്ട്. നുണയല്ല, അവൻ പറഞ്ഞ സത്യമാണ്. YWCയിലേക്ക് ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. ആരാ ഈ ആശാത്തമ്പി നിങ്ങളുടെ? എനിക്കതിപ്പോൾ അറിയണം. ശാരദേ പ്ലീസ്, ഈ കുട്ടികൾ കേൾക്കട്ടെ. അല്ലെങ്കിൽ നാളെ മറ്റുള്ളവർ പറയുമ്പോൾ ഇവർ അറിയാനുള്ളതല്ലേ? ഈ കുട്ടികളുടെ അച്ഛനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? കുട്ടികളുടെ മുന്നിൽ വെച്ച് നീ എന്നെ വിസ്തരിക്കരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ നമ്മൾ മാത്രമുള്ളപ്പോ പോരെ? പോരാ. എങ്ങോട്ടാ നിങ്ങളുടെ ഈ പോക്ക്? അതെനിക്ക് അറിയണം. അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനും മക്കളും മാറി തരുമായിരുന്നല്ലോ നിങ്ങൾക്കൂടെ താമസിക്കാൻ. ഏതോ തെറ്റിദ്ധാരണയുടെ പേരിൽ വീട് വിട്ടിറങ്ങിയ ആ പെൺകുട്ടിയോട് എനിക്കൊരു സിമ്പതി. നിലയും വിലയും മറന്ന് മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടിയോടൊപ്പം കുറെയൊക്കെ ഞാനും കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. എന്നാലും അതിവിടെ വരെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ കരുതി. അതിവിടെ വരെ കൊണ്ടെത്തിച്ചത് നീയാണ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ ഒരു അന്യസ്ത്രീയോട് എന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഒന്നും അറിയാത്തൊരു പാവം പെൺകുട്ടിയെ കുറിച്ച് എന്തൊക്കെയാണ് നീ എന്നാ ഇന്ദിരാത്തമ്പിയോട് പറഞ്ഞത്? അതുകൊണ്ടല്ലേ ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നത്? നീയാണതിൽ കുറ്റക്കാരി. അതെ, കുറ്റക്കാരി ഞാനാണ്. 11 കൊല്ലം നിങ്ങളെ വിശ്വസിച്ചൊപ്പം ജീവിച്ചില്ലേ? ഈ മക്കളെ പ്രസവിച്ച് വളർത്തിയെടുത്തില്ലേ? ആ കുറ്റം ചേർത്താനാണോ ഇപ്പൊ കയറി വന്നത്? എനിക്ക് അല്പം സ്വൈരം തരും. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. ഇതുവരെ സഹിച്ചു, ഇനി പറ്റില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു? ഇല്ല ഇല്ല, ഞാൻ വിടില്ല. എനിക്കത് അറിയണം. അവൾ നിങ്ങളുടെ ആരാ? ഭാര്യയോ അതോ വെപ്പാട്ടിയോ? എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്തു ഈ ഒരു സാധനം കറക്റ്റായിട്ട് കിട്ടാൻ? ഒരു ദിവസം മിനിമം ഒരു 15 to 20 ടൈംസ് എന്തായാലും. ഗുഡ് ഹാർഡ് വർക്ക്. താങ്ക് യു. ആരാ ഇത് ഈ സെലക്ട് ചെയ്ത ക്ലിപ്പിംഗ്? ഞാൻ ആക്ച്വലി ഒരു 10-20 CD വാങ്ങി. എന്നിട്ട് എല്ലാം നോക്കിയിട്ട് എൻ്റെ വോയിസ് ടിമ്പറും എല്ലാം എൻ്റെ ബോഡി ലാംഗ്വേജും അല്ല ഒറിജിനലാണ് വാങ്ങിയത്. എന്നിട്ട് അതെല്ലാം നോക്കി എൻ്റെ വോയിസ് ടിമ്പർ മാച്ച് ചെയ്യുന്ന ഒരു നടീനെ കണ്ടെത്താൻ കുറച്ച് ലേറ്റായി. അതിന് കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് ശ്രീവിദ്യ ചേച്ചിയാണ് ഏറ്റവും നല്ലതായിട്ട് യോജിക്കുന്നത് മനസ്സിലായി തോന്നി. എന്നിട്ട് പിന്നീട് അതിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രീവിദ്യ ചേച്ചിയുടെ ഓരോ മൂവീസ് എടുത്തു. കുറെ വർക്ക് ചെയ്തു റിസർച്ച് ചെയ്തു.
അതൊക്കെ പേ ഓഫ് ആയോ നമുക്കിപ്പോൾ നോക്കാം. ശോഭനജി, നിങ്ങളുടെ സിങ്ക് വാസ് വെരി ഗുഡ്. നിങ്ങൾ അത്രയും ദിവസം റിഹേഴ്സൽ ചെയ്തു. എസ്പെഷ്യലി ഫസ്റ്റിന്ന് നിങ്ങൾ കൂളായിരുന്നു. അതെന്തോ ഓഡിയോ വിഷ്വലിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പക്ഷെ നിങ്ങൾ കൂളായിട്ട് നിങ്ങളുടെ കമ്പോഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. അത് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് സോ ആ സിങ്ക് വാസ് പെർഫെക്റ്റ്. എൻഡിൽ മാത്രം ഐ തിങ്ക് വി നീഡ് ദാറ്റ്. ഇതൊരു ഓൾമോസ്റ്റ് ഒരു ചെറിയ ഒരു ഗെയിം പോലെയാണ് ആക്ച്വലി. പകുതി സിങ്ക് ടു നോ ഇറ്റ് ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പക്ഷേ എൻഡിലൊക്കെ കുറച്ച് പോകാൻ തുടങ്ങി. വോയിസിൻ്റെ സിങ്ക് അല്ല, ബട്ട് പൊസിഷൻ്റെ സിങ്ക്, പിന്നെ കൈയൊക്കെ ഈ കൈ ചെയ്യുമ്പോൾ ആ മറ്റേ കാലായിരുന്നു, എന്തൊക്കെയോ ആയിരുന്നു. ബട്ട് എനിവേ എനിക്ക് തോന്നിയത് നിങ്ങൾ ഇത് എടുത്തത് എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ സീൻ എടുത്ത് ഒന്നും മനസ്സിലായില്ല ആക്ച്വലി. ബിക്കോസ് ഇത് അങ്ങനെ ഒരു ഹിസ്ട്രിയോണിക്സ് ചെയ്യണ ഒരു സീൻ അല്ലായിരുന്നു ആക്ച്വലി. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇവിടെ കാണുമ്പോൾ ഓക്കെ ആയിരുന്നു ആ സീൻ. പിന്നെ നിങ്ങൾ തന്നെയായിരുന്നു, വിദ്യമായിട്ട് മാറിയില്ല. പക്ഷെ ബോഡി ലാംഗ്വേജിൽ പെർഫെക്റ്റ് ആയിരുന്നു. നടത്തമൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു വാക്കൊക്കെ ഉണ്ട്, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. എനിക്കത് ഐ വാസ് ലിറ്റിൽ കുറച്ച് സാഡായിപ്പോയി. ബിക്കോസ് ഐ നോ ഹർ, ഐ യൂസ് ടു നോ ഹർ വെരി വെൽ. സോ അത് തന്നെ ഇങ്ങനെ തിരിച്ചും ഒരാൾ ചെയ്യുന്നു. കുറച്ച് ഓൾമോസ്റ്റ് ഏകദേശം ബോഡിയിലുണ്ടായിരുന്നു. അത് ഇത്തരം മാത്രം വോയിസിൽ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഞാൻ ഒറിജിനൽ കേട്ടിട്ടില്ല. എക്സ്പ്രഷൻ ഇല്ലായിരുന്നു. ഓക്കെ, ഷീസ് വെരി വളരെ ടോൺ ഡൗൺ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഓൾസോ ദ സെയിം ഫേഷ്യൽ മസിൽസ് ഒക്കെ പോകേണ്ടതായിരുന്നു, അതൊന്നും പോയില്ല. നിങ്ങൾ തന്നെയായിരുന്നു. അനൂജ ഒരു ഗുഡ് പെർഫോമൻസ് ചെയ്യായിരുന്നു. സോ ഐ തിങ്ക് ദ സെയിം തിങ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇത് ഈസി ആയിരുന്നു. സോ അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു, പക്ഷെ നന്നായിരുന്നു. താങ്ക് യു. അനുജ നന്നായിരുന്നു. നല്ല അനുജയുടെ ഹാർഡ് വർക്ക് എന്ത് തന്നെയായാലും ഇവിടെ കാണാനുണ്ടായിരുന്നു. എല്ലാവരും അത് ഫോളോ ചെയ്യണം. കാരണം അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ ഇതിലെവിടെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് വർക്ക് ചെയ്യണം. സിങ്കിൻ്റെ എല്ലാം നന്നായിരുന്നു. ആ ടേണിങ് അറൗണ്ടാണ് ഒന്ന് മിസ് ചെയ്തത്. ദാറ്റ് യു വർ ഡൂയിങ് ഇറ്റ് ഗുഡ്, ബട്ട് സംഹവ് അവിടെ ഒരു ഹിക്കപ്പ് വന്നു. മനസ്സിലായില്ലേ? അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അനുജ വെറുതെ അങ്ങ് തിരികെ ചെയ്തു. ഗോപിയേട്ടൻ അങ്ങോട്ട് പോകുന്നത് കണ്ടില്ല. മനസ്സിലായില്ലേ? അവിടെയാണ് മിസ് ചെയ്തത്. ഇദ്ദേഹത്തെ നോക്കി അദ്ദേഹം പോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ തിരിയുന്നു. അത് പോയി. ആ സമയത്ത് അനുജയുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? അയാളെ നോക്കിയിരുന്നില്ല. അതാണ് അവിടെ ഒരു ഹിക്കപ്പ് വരാൻ കാരണം. ആ ഹിക്കപ്പ് അവിടെ സംഭവിച്ചു എന്നുള്ളത് അനുജ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നീട് കുറച്ച് നേരം അനുജയെ റൂൾ ചെയ്തിരുന്നു. മനസ്സിലായല്ലേ? അത് ശകലം പിന്നെ അവിടത്തെ ടൈമിങ്ങിന് കുറച്ചൊരു പ്രശ്നം. ഇത് കാരണമാണത്. അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, മനസ്സിൽ ആ സാധനം വിടുന്നതുകൊണ്ടാണത് സംഭവിക്കുന്നത്. ബട്ട് എനിവേ നല്ല എഫേർട്ടാണ്. Thank you, sir. All the best, and ഇതിൻ്റെ ഈ എഫേർട്ട് ആൻഡ് എവറിത്തിങ് പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. Thank you, sir. We'll do that. Very good. Marks, Shobnaji, out of 10? 5.5. 5.5 out of 10. 6 out of 10. 6 out of 10. So that makes you 11.5 out of 20. Expect ചെയ്ത് എത്രയാ? A little bit more. എത്ര? Maybe 15? 15 അല്ല, 14.5. ഒരു 0.5 അവിടെ ഉണ്ടായിരുന്നു അല്ലേ? പ്രത്യേക തരം ഡിഷ് ഉണ്ടാക്കി തരാന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊരു പേര് പറഞ്ഞിട്ടില്ല. എന്താണ് സ്വീറ്റ് പേടയാണ്. നമ്മളെ പേട പേടിക്കണ്ടല്ലോ, വേണ്ട. പക്ഷേ ഇതിൻ്റെ സ്പെഷ്യൽ തിങ് എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റ് സെയിം മറ്റേ പേടേൻ്റെ അതേപോലെ ഉണ്ടാവും. കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ്. തുടങ്ങാൻ പോവാണ്. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. കണ്ടൻസ് മിൽക്കാണ്. 2 കപ്പ്, ഏകദേശം 2 കപ്പ് വേണ്ടി വരും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് നട്ട്സ് മുറിച്ചിട്ടത് 1 കപ്പ് വേണം. അതിൻ്റെ ടേസ്റ്റ് വരുന്നു. 1.5 മിനിറ്റ് ആയിട്ടുള്ളൂ. 3 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചതാണ്. ഇനി ഇത് ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടെ ചേർക്കാം. തൊലി കളഞ്ഞിട്ടാണോ പുഴുങ്ങുന്നത്? അല്ല, പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വെണ്ണ മിക്സിയിലല്ല, കൈ കൊണ്ട് തന്നെ ഒരു വെണ്ണ പോലെ ഉടച്ചെടുത്ത് നന്നായിട്ട് കുറുകി വരണം, എന്നാലേ ഉരുട്ടാൻ പറ്റൂ. മിൽക്ക് മെയ്ഡ്, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചത്,
പിന്നെ പൊട്ടറ്റോ പൊട്ടറ്റോ 3 സാധനം 3 സാധനം. നമ്മുടെ സമയം അതിക്രമിക്കുന്നു കേട്ടോ. കഴിഞ്ഞു. ആ ഓഫ് ചെയ്യാം. ഇനി പെട്ടെന്ന് തണുക്കാൻ വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഇത് പാത്രത്തിലായിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ്സ് പറയാം. സാധാരണ പേട ഉണ്ടാക്കാനായിട്ട് പാല് കുറുക്കി വറ്റിച്ചപ്പോൾ ഒരുപാട് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് പേട ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ അപ്പം അത് ഈ മിൽക്ക് മേഡാണ് ചേർത്ത്, അങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട്. പിന്നെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് പൊട്ടറ്റോ എന്നുള്ളൊരു പരീക്ഷണം ആണ്. പൊട്ടറ്റോ കൊണ്ട് പേട ഉണ്ടാക്കുക എന്നുള്ള പരീക്ഷണമാണ് പ്രയോഗിച്ചേക്കുന്നത്. അത് പ്രശംസനീയം. പിന്നെ സമയം കഴിഞ്ഞു പോയി, ചൂടോടുകൂടി ഒഴിച്ചപ്പോഴത്തേക്ക് തന്നെ സമയം കഴിഞ്ഞു. അത്രയും നെഗറ്റീവ്സ് ഉണ്ട്. രുചിയുടെ കാര്യത്തിൽ ഗംഭീരം. ഹെൽത്തി ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു ഈവനിങ് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മീനിൻ്റെ കൂടെ. എന്നാലും ടേസ്റ്റ് എന്നുള്ളൊരു പോസിറ്റീവ് ഇത് വെച്ചിട്ട് ഞാനൊരു 7 മാർക്ക്. ഹാപ്പി ഓഡിയൻസ് ഹാപ്പി. ഉഗ്രൻ ഡിഷാട്ടോ, ട്രൈ ചെയ്തോ.